കവിതയ്ക്കിടയിൽ നാടകീയമായ ശകരങ്ങൾ കൊണ്ടുവരുന്നത് വയലാറിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. രാവണപുത്രിയും അതിന് വ്യത്യസ്തമായിരുന്നില്ല. എന്നിലെ കന്യകാത്വത്തെയും നശിപ്പിച്ച നരാധമ നീ മരിക്കും, എന്നിൽ നിനക്ക് പിറക്കും പെൺകിടാവിനാൽ എന്ന വേദവതിയെ കൊണ്ട് വേദവതിയുടെ ശാപവാക്കുകൾ രാവണൻ്റെ മേൽ പതിക്കുകയും സ്വന്തം മകൾ കാരണം രാവണന് മരണമുണ്ടായി എന്നുമാണ് വയലാർ രാവണപുത്രി സമർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ കവിത 50-ാം ഈ ഒക്ടോബർ 27-ന് വയലാറിൻ്റെ 50-ാം ചരമവാർഷികമാണ്. വളരെ ചെറിയ ഏതാണ്ട് 47 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം മരണത്തിന് കിടങ്ങിയ ആളാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ 50-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഓച്ചിറ ക്ലാപ്പനയിലെ നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിൻ്റെ ഈ രാവണപുത്രിയെ ബേസ് ചെയ്തുള്ള നാടകം അവതരിപ്പിക്കുന്നുവെന്ന വാർത്ത വരുന്നുണ്ട്. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മരണാനന്തരം വായിക്കപ്പെടുന്ന കവിയാണ് വയലാർ. ഈ കാൽ തൊട്ട് നാം മാപ്പ് അപേക്ഷിക്കുന്നു. സമസ്ത അപരാധങ്ങൾക്കും മാപ്പ്. വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയിൽ രാവണൻ യൗവനകാലത്ത് കൊടുങ്കാട്ടിൽ കണ്ട വേദവതി എന്ന കാട്ടുപെണ്ണിൽ ജനിച്ച മകളാണ് സീത എന്നാണ് കഥ. വേദവതിയുടെ ശാപത്താലാണ് രാവണനെ സീതാപതിയായ ശ്രീരാമൻ യുദ്ധത്തിൽ വധിക്കുന്നത്. വയലാറിന്റെ 50-ാം ചരമവാർഷികത്തിൽ രാവണപുത്രിയുടെ ദൃശ്യകാവ്യശില്പം അരങ്ങിലെത്തുകയാണ്. യുദ്ധഭൂമിയിൽ വീണുകിടക്കുന്ന അസുര രാജാവായ രാവണൻ തന്റെ മകളായ സീതയെ കാണണമെന്ന അവസാന ആഗ്രഹത്തോടെ തന്റെ മുൻ പ്രവർത്തികൾ ഓർക്കുന്ന സന്ദർഭങ്ങളും ദൃശ്യകാവ്യശില്പത്തിൽ ഒരുക്കിയിട്ടുണ്ട്. റേഡിയോ നാടകങ്ങൾ ഉൾപ്പെടെ 75ഓളം നാടകങ്ങൾ രചിച്ച ചെറുന്നിയൂർ ജയപ്രസാദിന്റെ നേതൃത്വത്തിൽ 26-ന് വൈകിട്ട് 6-ന് രാവണപുത്രി അരങ്ങിലെത്തും. നിളയിലേക്ക് ഒരാൾ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒരാൾ കയറി വരികയാണ്, എനിക്കൊരു നാടകം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ അതിൻ്റെ ആർട്ടിസ്റ്റ് ഉണ്ട്, ഇവിടെ തന്നെ നമുക്ക് ചെയ്യാവുന്ന എല്ലാ സപ്പോർട്ടും നമ്മളിവിടെ, നമ്മൾ ഒരു പൈസ പോലും നമ്മളിവിടുന്ന് വാങ്ങുന്നില്ല. അങ്ങനെ അതിന് ബേസിക്കലി ഇവിടെ ഒരു വലിയ കമ്മിറ്റി ഉണ്ട്. ഇത് ഞാനല്ല, ഇതിനകത്ത് ബിനുലാൽ, പിന്നെ ആർട്ടിസ്റ്റ് സുജാനാണ് ഇതിൻ്റെ ചെയർമാൻ. അങ്ങനെ ഒരു ജനകീയമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായി ഇത് മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ സാധ്യതയും. പുതിയ സാങ്കേതിക വിദ്യകൾ ഇതിൽ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലാപ്പനയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരെ ഉൾപ്പെടുത്തിയാണ് ദൃശ്യകാവ്യശില്പം അരങ്ങിലെത്തിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലെ മുൻ എഞ്ചിനീയറായിരുന്ന ചെറുന്നിയൂർ ജയപ്രസാദ് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നാടകരചനയിലൂടെയും സീരിയൽ രചനയിലൂടെയും ലഭിച്ച വരുമാനത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചാണ് ക്ലാപ്പനയിൽ ഗാർഡൻ തിയേറ്ററും അനുബന്ധ സംവിധാനങ്ങളും നിർമ്മിച്ച് സൗജന്യ പരിശീലനം ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന നാടകം പോലും ഇവിടെ ട്രെയിൻ ചെയ്യപ്പെട്ട, ഇവിടെ നിന്ന് പരിശീലനം നേടിയ ആളുകളുടെ പുതുതായുള്ള ഒരു ആളുകൾ തന്നെയാണ് പൂർണ്ണമായി അഭിനയിക്കുന്നത്. അത്തരമൊരു നാടക സങ്കല്പത്തിനെ, തിയേറ്റർ നാടക സങ്കല്പത്തിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒച്ചിറ നിള. നിളയ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറുകയും പ്രൊഫഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരെയുള്ള നാടകങ്ങളിൽ എത്തിക്കുകയും എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിൻ്റെ തുടക്കം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആർട്ടിസ്റ്റ് സുജാതൻ, നാടകരചയിതാവ് മണിലാൽ, വി ബിനുലാൽ, KR വത്സൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിള കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഒരു പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്ത് പൂർണ്ണമായി കറുപ്പ് നിറത്തിലാണ് ഗാർഡൻ തിയേറ്റർ. ഗാർഡൻ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന ആദ്യ കലാവതരണമാണ്. അരുൺരാജ്, 24 കൊല്ലം. ഈ മനോഹര തീരത്ത് ഒരു ജന്മം കൂടി തരണമെന്ന് ആഗ്രഹിച്ച കവി വയലാറിൻ്റെ 50-ാം വാർഷികം പ്രമാണിച്ച് ഇത്തരമൊരു രാവണപുത്രി പോലെ നല്ലൊരു കവിത എടുത്ത് അതിൻ്റെ ഒരു നാടകാവിഷ്കരണം കൊണ്ടുവരാനുള്ള ക്ലാപ്പനയിലെ നിള എന്ന സ്ഥാപനത്തിൻ്റെ ശ്രമം തീർച്ചയായിട്ടും പ്രശംസ അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.